ഹായ്, നിങ്ങളുടെ ബിസിനസ് എപ്പോഴെങ്കിലും ഓൺലൈൻ ആകുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ബിസിനസ് ഓൺലൈൻ ആക്കാനുള്ള ഒരു അവസരവുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. അതും ഫ്രീ ആയി. നിങ്ങൾക്ക് ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറഞ്ഞ ഗൂഗിളിൻ്റെ ടൂൾ ഉപയോഗിച്ച് നിങ്ങളുടെ ബിസിനസ് ഓൺലൈൻ ഒന്ന് ട്രൈ ചെയ്താലോ? ഗൂഗിളിൽ സെർച്ച് കൊടുക്കുക, ഗൂഗിൾ മൈ ബിസിനസ്. അപ്പോൾ ഇങ്ങനെയൊരു ഫസ്റ്റത്തെ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അടുത്ത ഒരു ഓപ്ഷൻ വരുന്നത് ഇങ്ങനെയാണ്. സൈൻ ഇൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ ബിസിനസ്സിൻ്റെ സൈൻ ഇൻ കൊടുത്തിട്ട് നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുകയാണ് ചെയ്യുക. ബിസിനസ് നെയിം എന്താണ്? അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് നെയിം കൊടുക്കാം. അപ്പോൾ നിങ്ങളെ ബിസിനസ് എന്താണോ നിങ്ങൾ ആ നെയിമാണ് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു ബിസിനസ്സിൻ്റെ നെയിം കൊടുക്കുന്നുണ്ട്. ബിസിനസ് മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഞാൻ ആ സെയിം കമ്പനി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കും. ഇവിടെ കൊടുക്കുന്നത് പർച്ചേസ് വെബ്സൈറ്റാണ് ചെയ്യുന്നത്. വെബ്സൈറ്റ് ത്രൂ ആണ് നിങ്ങളത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോക്കൽ ബിസിനസ് ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സർവീസസ് ബിസിനസ് ആണ്. എങ്ങനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്? ലോക്കൽ സ്റ്റോറാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് കൊടുക്കുക. ദെൻ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കാറ്റഗറി, നിങ്ങളുടെ ബിസിനസ് എന്താണോ ആ രൂപത്തിലുള്ള കാറ്റഗറി കൊടുക്കുക. ഞാൻ ഈ ബിസിനസ്സിൻ്റെ കാറ്റഗറിയായ ഫാഷൻ ഡിസൈനിങ് ആണ് കൊടുക്കുന്നത്. എൻ്റെ അപ്പോൾ ഫാഷൻ ഡിസൈനർ സെലക്ട് ചെയ്തു. ദെൻ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണോ ചോദിച്ചാൽ ഇന്ത്യ. നമ്മൾ നിലവിൽ ഇന്ത്യയിലാണല്ലോ, അപ്പോൾ ഇന്ത്യ കൊടുക്കുക. സ്ട്രീറ്റ് ഏതാണോ കൊടുക്കുക. അപ്പം ഈ കമ്പനിയുടെ സ്ട്രീറ്റായ കൊല്ലമാണ്. സിറ്റി കാലിക്കറ്റ്. പിൻകോഡ് 673. സ്റ്റേറ്റ് കേരള. ഇങ്ങനെ അത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മളോട് ഇതിന് അടുത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിലും ഇതാണോ ചോദിക്കുന്നത്. പോസ്റ്റ് ഓഫീസൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നോട്ടീസ് അതിൽ ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ മാറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാപ്പിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ബിസിനസ് എവിടെയാണോ സെലക്ട് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഇനി നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ഫോണിൻ്റെ കോൺടാക്ട് നമ്പറാണ്. അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ നമ്പർ ഏതാണോ അതാണ് ഇവിടെ കൊടുക്കുന്നത്. അത് വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ വെച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ വെരിഫിക്കേഷൻ ടൈമിൽ ഇഷ്യൂ വരും. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ വഴിയെ ഓടിയ പിന്നെ ചിലപ്പോൾ നമ്മൾ ഈ ഒരു വെരിഫിക്കേഷൻ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ ടൈം എടുക്കും. പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ 24 hours എടുക്കും, പിന്നെ 48 hours എടുക്കും, പിന്നെ 72 hours എടുക്കും. അങ്ങനെ പിന്നെ മന്ത്ലി അങ്ങനെ വെരിഫിക്കേഷൻ വെയിറ്റ് ചെയ്ത് ലേറ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയുന്നതും നമ്മുടെ കയ്യിലുള്ള മൊബൈൽ. വെബ്സൈറ്റ് പിന്നെ ഓപ്ഷനാണ്, അപ്പം കൊടുക്കണമെന്നില്ല. പിന്നെ ട്രൈ ചെയ്താലും മതി, ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുക. ഈ ഓപ്ഷൻസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. പിന്നെ നമ്മളോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്പർ നമ്മൾ കൊടുക്കുന്നത് ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അവർ ചോദിക്കുന്നത്. ഈ നമ്പറിലേക്ക് ചെയ്യട്ടെ, ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത്
ഫോൺ കോഡാണ്. അപ്പോൾ അതിൽ കൊടുക്കുക. അല്ലെങ്കിൽ ബിസിനസ് വീഡിയോസാണ്, അതങ്ങനെ ആണ് മാറ്റി ചെയ്യുക. ഞാൻ കൊടുക്കുന്നത് ഇവിടെ ഫോൺ കോഡ് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് തന്നെ വേണോ അല്ല കോളായിട്ട് വേണോ എന്നാണ് പിന്നെ ചോദ്യം. അപ്പോൾ അത് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ആ സിമ്പിളായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ടാവും 6 ഡിജിറ്റ്. അപ്പോൾ അതൊന്ന് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. കഴിയുന്നത് അതിൽ ടൈം കാണിക്കും. ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് അത്രയും നല്ലത്. അല്ലെങ്കിൽ പിന്നെ റിപ്പീറ്റ് ചെയ്ത് എൻ്റർ ചെയ്യാൻ വേണ്ടി മെസ്സേജ് ട്രൈ ചെയ്യും. പിന്നെ രണ്ടാമത് ചെക്ക് ചെയ്യുന്നുണ്ട്. യുവർ വെരിഫൈഡ് നോ. ഓക്കെ, നമ്മളെ സർവീസസ് എന്താണോ അത് ആഡ് ചെയ്യാനാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫാഷൻ ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്, ഡിസൈനർ എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ നമ്മളെ എന്താ ആൾട്ടർനേഷൻ, ഇതൊക്കെയാണ് ഇവരെ കാറ്റഗറി. അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ അഡീഷണൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കസ്റ്റമായിട്ട് നമുക്ക് സർവീസസ് ആഡ് ചെയ്യണം, അതും ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ സ്ഥാപനം എപ്പോഴൊക്കെ വർക്കിംഗ് ടൈം, അതായത് നമ്മൾ എപ്പോഴൊക്കെയാണ് നമ്മുടെ ബിസിനസ് ഓപ്പൺ ആയി കിടക്കണം, അതൊക്കെയാണ് അവിടെ ചോദിക്കുന്നത്. സൺഡേ ഓപ്പൺ അല്ലെങ്കിൽ സൺഡേ വേണ്ട, മൺഡേ സെലക്ട് ചെയ്യുക. എന്നിട്ട് ടൈം സെലക്ട് ചെയ്യുക. നമ്മൾ ബിസിനസ് എപ്പോഴൊക്കെയാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൺഡേ 9 to 5 ഇതാണ് ഇവരുടെ ബിസിനസ്. അപ്പോൾ ആ രൂപത്തിൽ എൻ്റർ കൊടുത്തു. ബാക്കിയുള്ള പിന്നെ സെറ്റ് ചെയ്യാം. വീഡിയോസിൻ്റെ ലെങ്ത്ത് കൂടും, അതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാം. പിന്നെ നിങ്ങൾ ബിസിനസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇതും നമുക്ക് നെക്സ്റ്റ് ടൈം പിന്നെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പോൾ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമ്മൾ ബിസിനസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ചോദിക്കുന്നത്. പിന്നെ നമ്മൾ ബിസിനസ്സിൻ്റെ കുറച്ച് ഫോട്ടോസാണ് ചോദിക്കുന്നത്. ബിസിനസ് കാറ്റഗറിയിലുള്ള ഇതൊക്കെയാണ് ഈ ടൈപ്പ് ബിസിനസ്സാണ്. ഈ ഇതേമായിട്ട് നല്ല ഫോട്ടോസ്, പിന്നെ സലൂണിൻ്റെ ഇതാണെങ്കിൽ അങ്ങനെയുള്ള രൂപത്തിലുള്ള ഫോട്ടോസാണ് ചോദിക്കുന്നത്. ഇത് ഗൂഗിൾ ആഡ്സ്, അതായത് ഗൂഗിളിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20,000 വരെ നമുക്ക് ആഡ് ചെയ്യാനുള്ള സർവീസസ് കിട്ടുന്നതാണ് അവർ പറയുന്നത്. അതിന് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യേണ്ടതുണ്ടാവും. അത് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ നമുക്ക് എനേബിൾ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലെയിം ഇതൊക്കെ യുവർ ക്രെഡിറ്റ് എന്ന് പറയുകയാണ് കൊടുക്കാൻ, നമ്മൾ സ്കിപ്പ് ചെയ്യണം. പിന്നെ ഓൾമോസ്റ്റ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് കസ്റ്റമർ ഡൊമൈൻ. ഇപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ഡൊമൈൻ നെയിമും ഇതൊക്കെ എടുക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ സ്കിപ്പ് ചെയ്യാണ്. നമ്മൾ മെയിനായിട്ട് ഗൂഗിൾ മൈ ബിസിനസ്സാണ് ട്രൈ ചെയ്യുന്നത്, അതുകൊണ്ട് ഇപ്പോൾ അത് സ്കിപ്പ് ചെയ്യാം. ഇനി എഡിറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വെരിഫൈ ചെയ്യേണ്ടി വരും. നിലവിലുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈഡ് ആകുന്നതാണ്. ഓൾമോസ്റ്റ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നിരിക്കും. ഇനി എഡിറ്റ് ചെയ്യാനുള്ള ഇപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു. ഇനി എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എഡിറ്റിൻ്റെ ഓപ്ഷനിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നേരത്തെ ചെയ്ത കുറേ കാര്യങ്ങൾ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് മാറ്റാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞു ടൈമും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ടൈമും കാര്യങ്ങളൊക്കെ തന്നെ മോർ സർവീസസ് ആഡ് ചെയ്യണമെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ വേറെ അഡീഷണൽ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ആ പ്ലാനിങ് കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യുക, സർവീസസ് ആഡ് ചെയ്യുക, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാപ്പിൽ റീലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതൊക്കെ ചെയ്യുന്ന ചിലപ്പോൾ വെരിഫിക്കേഷന് പോകും. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ ബിസിനസ് കംപ്ലീറ്റ് ഗൂഗിൾ മൈ ബിസിനസ് നമ്മൾ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, റിവ്യൂ റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഫോട്ടോസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പെർഫോമൻസ്, അഡ്വർടൈസിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കുറേ സർവീസസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിസിനസ് ഇനി
ഇതിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ച് കണ്ട് ആക്ടിവേറ്റ് ചെയ്യുക. അതായത് നിലവിലുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ അവിടെ ഇതിൽ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളെ പ്രൊഫൈൽ, അതായത് നമുക്കിപ്പോൾ ചെറിയൊരു പ്രൊഫൈലായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ആ പ്രൊഫൈൽ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പ്രൊഫൈൽ ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ആക്ടിവേറ്റ് ആയി പ്രോപ്പറായിട്ട് ലെവലിലേക്ക് വരുമ്പോൾ സെർച്ചിങ് നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫസ്റ്റിലേക്ക് കയറി വരും. നമ്മൾ കാര്യങ്ങളൊക്കെ ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഗൂഗിളിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ്. ഗൂഗിൾ ഈസ് എ പ്രോസസ്സിങ് യുവർ വെരിഫിക്കേഷൻ. അത് ഒരു 1-2 ദിവസം, 5 days എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ലിസ്റ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമുക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.